ആ കയറുക, ഇരിക്കും. രഘുവുമായുള്ള നിങ്ങളുടെ കണക്ഷനെ കുറിച്ചൊക്കെ സാറ് സൂചിപ്പിച്ചു. അയാൾ കുറെ സഹായിച്ചിട്ടുള്ളതല്ലേ. നാട്ടുകാർ കൈവയ്ക്കുമ്പോഴെങ്കിലും അത് പാടില്ല എന്ന് പറയാമായിരുന്നില്ലേ? ആളുകള് രഘുവേട്ടനെ തല്ലൂന്ന് ഞാൻ വിചാരിച്ചില്ല സാർ. പിന്നെ ചിന്തിച്ചപ്പോ രഘുവേട്ടൻ എന്നെ വെറുക്കാൻ ഇതൊരു കാരണമാവുമെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. രഘുവിന് നിങ്ങളുടെ പുറകെ വരാതിരിക്കാൻ പോലീസ് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഐ മീൻ, രഘുവിനെതിരെ ആമിക്ക് പരാതി എന്തെങ്കിലും? ഇല്ല സാർ, എനിക്കൊരു പരാതിയില്ല. രഘുവേട്ടനെ വെറുതെ വിടണം സാറേ, പ്ലീസ്. ശരി, മേലിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ശരി സാർ. ആ, സാറിനെ പോലുള്ളവർ വേണം അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതും ഉപദേശിക്കേണ്ടതും. എന്തിനാ വെറുതെ ഒരു നല്ല ലൈഫ് കൊണ്ടുപോയി കളയുന്നത്? അതൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഞാനും പറഞ്ഞോളാം. പി സി സർ, ഇവരിൽ നിന്നേ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിക്കണം. യെസ് സർ. ആ രഘുവിനോട് ഇങ്ങോട്ട് വരാൻ പറ. സർ, പറയാം സാറേ. എന്നാ പിന്നെ അങ്ങനോട്ടെ. താങ്ക്സ് എ ലോട്ട്. ശരി, ആയിക്കോട്ടെ. താങ്ക് യു സാർ. ഡോ, തന്നെ സാറ് വിളിക്കുന്നുണ്ട്. ആ ചെല്ല്. സർ. ആ വാടോ. ഇന്ന് വിഷു അല്ലേ രഘു? ഇന്നെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ പെടാതെ സൂക്ഷിക്കണ്ടേ? വിഷുവിനല്ല സാറേ, വിഷു കോടിയും വിഷു കൈനീരൊക്കെ കൊടുക്കാൻ പറ്റും. ഞാൻ നല്ല മനസ്സോടെയാ സാറേ അമ്മയ്ക്കത് കൊടുക്കാൻ നോക്കിയത്. നമ്മുടെ നാട്ടിലെ സദാചാരവാദികൾക്ക് അതൊന്നും അറിയണ്ടല്ലോ. ഏതായാലും ആമിക്ക് ഇനി മുതൽ നിന്റെ സഹായം ആവശ്യമില്ലാത്ത സ്ഥിതിക്ക് അവരുടെ പുറകെയുള്ള നടപ്പും അവസാനിപ്പിക്കുക. അതായിരിക്കും രഘുവിന്റെ ലൈഫിനും നല്ലത്. ആമിക്കിപ്പം നിന്നെ കുറിച്ച് പരാതിയൊന്നുമില്ല. പക്ഷേ ഇനി എന്നെങ്കിലും രഘുവിനെതിരെ ആമി ഒരു പരാതിയായിട്ട് വന്ന പോലീസിന് ഇന്നത്തെ സംഭവം കൂടി അതിനോട് ചേർത്ത് വായിക്കേണ്ടി വരും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ രഘുവിന്? ഉണ്ട് സാർ. സാറേ, രഘു ബുദ്ധിമുട്ടിക്കുന്നൊന്നും പരാതിയായി ആമിനി വരില്ല സാർ. അങ്ങനെ ഒരു സാഹചര്യം ഞാനിനി ഉണ്ടാക്കില്ല. അപ്പോഴേ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുത്തിട്ട് രഘുവിന് പോവാം. ശരി സാർ. ആ നിക്ക്, ദാ തന്റെ ഫോൺ, ദാ ഇതും കൂടെ. താങ്ക് യു സാർ. ഇവിടെ സൈൻ ചെയ്തോളൂ. അച്ഛൻ ഇതുവരെ ദാസങ്ങളുമായിട്ട് ഫോണിൽ സംസാരിക്കായിരുന്നു. രഘുവേട്ടനെ പോലീസുകാരെ വെറുതെ വിട്ടു. അതെന്തോ തെറ്റിദ്ധാരണയുടെ പുറത്ത് സംഭവിച്ച കാര്യങ്ങളാ. ആമി തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി ഒന്നുമില്ലെന്ന് എഴുതി കൊടുത്തെന്നാ ദാസങ്ങൾ പറഞ്ഞത്. പിന്നെന്തിനാ ആളുകളെല്ലാം കൂടി രഘുവേട്ടനെ തല്ലിയത്? പോലീസ് രഘുവേട്ടനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്? ഇതിനെല്ലാത്തിനും അവൾ ഒരുത്തി തന്നെയായിരിക്കില്ലേ കാരണം? അങ്ങനെയല്ല ചെയ്തു. തീരെ പ്രതീക്ഷിക്കാതെ രഘുവേട്ടൻ വണ്ടി നിർത്തി അവൾക്ക് എന്തോ കൊടുക്കാൻ ശ്രമിച്ചു. അവളത് വേണ്ടെന്ന് പറഞ്ഞു. രഘുവേട്ടനത് ഇഷ്ടായില്ല. പിന്നെ രണ്ടുപേരും തമ്മിൽ എന്തോ തർക്കം നടന്നപ്പോ ആളുകൾ അത് ശ്രദ്ധിച്ചു കാണും. അതങ്ങനെയൊക്കെ ആണല്ലോ.
സ്വന്തം കുടുംബത്തിൽ 100 പ്രശ്നം ഉണ്ടായാലും അന്യന്റെ കാര്യത്തിൽ ഇടപെടുന്നതാണല്ലോ ചിലർക്കൊക്കെ രസം. ഇപ്പോ സദാചാര പോലീസ് ചമയുന്ന ഒരു ട്രെൻഡാണല്ലോ. പിന്നെ ഭാഗ്യത്തിനവന്മാർക്ക് ഒരുപാട് ഹീറോയിസം കാണിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്ക് ഒറിജിനൽ പോലീസ് വന്നു.